ആലപ്പുഴ കായംകുളത്ത് 42കാരി പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി കായംകുളം ജനറൽ ആശുപത്രിയിലെ RMO ഡോക്ടർ ശ്രീപ്രസാദ്. സെലീനയ്ക്ക് പാമ്പ് കടിയേറ്റതിന്റെ ലക്ഷണമില്ലായിരുന്നു, അതുകൊണ്ടാണ് ആന്റിവെനം കൊടുക്കാതിരുന്നത്. വിശദമായ പരിശോധനയ്ക്ക് രോഗിയെ അയച്ചു. ഇതിനിടെയായിരുന്നു മരണം സംഭവിച്ചെന്നും ഡോക്ടർ ശ്രീപ്രസാദ് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ: നമുക്ക് ന്യൂറോളജിക്കൽ സയൻസ് ഒന്നും ഇല്ലാതെ ASV പോലെയുള്ളൊരു മരുന്ന് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പ്രോപ്പറായിട്ടൊരു ഹിസ്റ്ററി, പാമ്പ് കടിച്ചു എന്നുള്ള രീതിക്കനുസരിച്ച് വ്യക്തമായൊരു ഹിസ്റ്ററി ഉണ്ടായിട്ടില്ല. രണ്ടാമത് എൻവനമേഷൻ്റെ, അതായത് ഈ പാമ്പിൻ്റെ വിഷബാധ ഏറ്റിട്ടുള്ള രോഗലക്ഷണങ്ങൾ രോഗിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ASV നൽകാനായിട്ട് സാധിക്കത്തില്ല. രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കൊടുത്തേനെ. നമ്മുടെ ആശുപത്രിയിൽ ASV ഉണ്ട്. നിലവിൽ ഇപ്പോൾ 11 ASVയോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. പിന്നെ അതുകൂടാതെയുള്ള ഇപ്പോൾ അട്രോപ്പിനെ, നിയോസ്റ്റിക്മിൻ അടക്കമുള്ള ഇപ്പോൾ മൂർഖൻ്റെയും ശംഖുവരേൻ്റെയും ഒക്കെ കടിയേറ്റാൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്ന് വരെയും ആശുപത്രിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ASV നൽകിയില്ല എന്നുള്ള ഒരു ആരോപണം ശരിയാണെന്ന് തോന്നുന്നില്ല. പാലാഴി വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, ശരിക്കും എന്തുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല എന്നാണ് അവർ മെഡിക്കലി പറയുന്നത്? ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 7:30-ക്കുണ്ടായ സംഭവമാണ്. അതിനുശേഷം ആശുപത്രിയിലെത്തിയ ശേഷം ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ പാമ്പ് കടിച്ചതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഈ സെലീനയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. വലതു കാലിൻ്റെ കണങ്കാലിൽ ഒരു ഡോട്ട് മാത്രം, ഒരു മുറിവ്, ചെറിയ ആഴത്തിലുള്ള മുറിവ്, എന്തോ കടിച്ചതിൻ്റെ മുറിവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒപ്പം സെലീനയ്ക്കൊപ്പം എത്തിയവരും എന്തോ കടിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞത്. പാമ്പാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. അത് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി രക്തപരിശോധന അടക്കം നടത്താനായി സെലീനയെ റെഫർ ചെയ്തിരുന്നു. അതിനിടെയാണ് ശുചിമുറിയിലേക്ക് കയറിയ സെലീന ആ ശുചിമുറിയിൽ തന്നെ മരിച്ചു വീഴുന്നത്. ഡോക്ടർമാർ ഇതിൽ പറയുന്ന സാങ്കേതികമായ ഒരു വിശദീകരണം എന്നാൽ, അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ പാമ്പ് കടിച്ചാൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണാത്ത സാഹചര്യത്തിൽ ആൻറ്റിവെനം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. പാമ്പ് കടി ഏറ്റുവെന്ന് സ്ഥിരീകരിച്ച ശേഷം മാത്രമേ ആൻറ്റിവെനം നൽകാൻ കഴിയൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇന്നലെ അത്തരത്തിൽ യാതൊരു സൂചനകളും, പാമ്പ് കടിച്ചതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഈ ഭാഗത്ത് നിന്ന് സെലീനയുടെ ശരീരത്തിൽ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ടാണ് ആൻറ്റിവെനം നൽകാൻ കഴിയാതിരുന്നത്. ആൻറ്റിവെനം ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ അണലിയാണ് കടിച്ചത് എന്നൊരു സംശയം നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അണലി കടിച്ചാൽ അത്ര വേഗത്തിലുള്ളൊരു മരണം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഡോക്ടർ ശ്രീപ്രസാദ് വ്യക്തമാക്കുന്നത്. ഇത് മറ്റെന്തെങ്കിലും പാമ്പാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പാമ്പ് തന്നെയാണോ കടിച്ചത് എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഏതെങ്കിലും തരത്തിൽ രോഗി നല്ല തരത്തിൽ പാനിക്കായിരുന്നു ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പാനിക്കായ സാഹചര്യത്തിലുണ്ടായ കാരണമാണോ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതും സംശയകരമാണ്. അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും. അതിനുശേഷം എന്താണ് മരണകാരണം എന്നുള്ള കാര്യത്തിൽ ഒരു പ്രാഥമിക വിവരം ലഭിക്കും. ഈ പാമ്പ് കടി തന്നെയാണോ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയും വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.